അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് ആ ഒരു മൊഡ്യൂളിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ട് അതിന്റെ MCQs മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന്റെ ഏകദേശം 5ഓളം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസും ഇനി നമ്മുടെ അടുത്ത മൊഡ്യൂളായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്ന സർക്കിൾസ് ആണ്. അപ്പൊ സർക്കിൾസ് എന്ന് പറയുന്ന നമ്മുടെ അടുത്ത മൊഡ്യൂളും അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അത്രയാണ് ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ ടോപ്പിക്കിലോട്ട് പോവാം. അപ്പോൾ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനി 6ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. 6ാമത്തത് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ സ്റ്റേറ്റ്മെന്റ് 1 2 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്, ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ്. എ സിസ്റ്റം ഓഫ് 2 ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് is consistent and has unique solution if the 2 lines representing the equation intersect at a single point. അത് ശരിയാണ്, അതാണ് നമ്മൾ പഠിച്ചത്. if the 2 lines are intersecting at a single point then the point of intersection, ആ point of intersection ആണ് അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, if two lines are not parallel and also if they are not collinear, then പാരലലും ആയിരിക്കരുത്, അതുപോലെ കോയിൻസൈഡ് ചെയ്യുന്ന ലൈനും ആയിരിക്കരുത്. അങ്ങനെയാണെങ്കിൽ പാരലൽ അല്ലാത്ത ഏതൊരു ലൈനും എന്ത് ചെയ്യും, ഒരു സിംഗിൾ പോയിന്റിൽ മീറ്റ് ചെയ്യും. ആ മീറ്റ് ചെയ്യുന്ന സിംഗിൾ പോയിന്റ് ആണ് ആ ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്നല്ല, അതിലെ വ്യത്യാസം മനസ്സിലാക്കുക. ലീനിയർ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ലീനിയർ ഇക്വേഷന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. കാരണം ലീനിയർ ഇക്വേഷൻ വി ക്യാൻ റെപ്രസെന്റ് ഇൻ ദ ഫോം ഓഫ് എ ലൈൻ. ആ ലൈനിൽ വരുന്ന ഓരോ പോയിന്റും ലീനിയർ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ്. ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അവിടെ മോർ ദാൻ 1 ഇക്വേഷൻ വരും. ഇവിടെ നമ്മൾ 2 ഇക്വേഷൻസ് ഉള്ള സിസ്റ്റമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അവിടെ ഈ 2 ലീനിയർ ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ അതിൽ യുണീക് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ആ ലൈൻസ് പാരലൽ അല്ല, മാത്രവുമല്ല അവര് ഒരു പോയിന്റിൽ കോയിൻസൈഡ് ചെയ്യുകയും ചെയ്യും എന്നാണ്. അപ്പൊ ഒന്നാമത്തത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇഫ് 2 ലൈൻസ് ആർ റെപ്രസെന്റിംഗ് ദ ഇക്വേഷൻ ആർ പാരലൽ ആൻഡ് ഡിസ്റ്റിങ്ക്ട് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഹാസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ, അത് തെറ്റാണ്. ദിസ് ഇസ് റോങ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. അത് നമ്മൾ ഓൾറെഡി തിയറിയിൽ ഡിസ്കസ് ചെയ്തതുമാണ്. പക്ഷേ ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ അല്ല, ഇതൊരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പാരലൽ ആണെങ്കിൽ അതിന് ഇൻഫിനിറ്റ് സൊല്യൂഷൻ ഉണ്ടായിരിക്കുമെന്നാണ്. തെറ്റാണ്. പാരലൽ ആണെങ്കിൽ അത് നോ സൊല്യൂഷൻ. ഇഫ് ദ ലൈൻസ് ആർ പാരലൽ then the system of linear equation will not be having any solution. അപ്പൊ നോ സൊല്യൂഷൻ, അങ്ങനെയായിരുന്നു ഇത് വരേണ്ടിയിരുന്നത്. ഓക്കെ, അപ്പോ ഇത് സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. അപ്പൊ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ബി ഓപ്ഷൻ ഒന്ന് നോക്കാം. ബി ഓപ്ഷനിൽ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫോൾസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതാണ് ശരി ഉത്തരം. ഇനി 7ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. 7ാമത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ഓഫ് ലൈൻസ് ഇന്റർസെക്ട് എക്സാക്ട്ലി അറ്റ് 1 സിംഗിൾ പോയിന്റ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരാള് ഡൗട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ കണ്ടീഷൻ ഫോർ സോൾവബിലിറ്റി അതിൽ നിന്ന് ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന്. അപ്പോൾ ഇത് കണ്ടീഷൻ ഫോർ സോൾവബിലിറ്റി വെച്ച് നമുക്ക് ആൻസർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എങ്ങനെയാണ് എന്താണ് ഇതിന്റെ മീനിങ് എന്ന് നമുക്കൊന്ന് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഓഫ് ലൈൻസ് ഇന്റർസെക്ട് എക്സാക്ട്ലി അറ്റ് 1 സിംഗിൾ പോയിന്റ്. ഒരു സിംഗിൾ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്ന, അതായത് പാരലൽ അല്ലാത്ത ലൈൻസ് ഏതൊക്കെയാണെന്നാണ്. അപ്പൊ പാരലൽ അല്ലാത്ത ലൈൻസ് ഏതെന്ന് നോക്കുമ്പോൾ അതിനെ മറ്റൊരു രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൽ ഏത് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ആണ് എക്സാക്ട്ലി ഒരു സൊല്യൂഷൻ ഉള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഇക്വേഷൻ എന്നും നമുക്ക് പറയാം. സോ ഇത്തരത്തിൽ പല രീതിക്ക് നമുക്ക് പറയാം. അപ്പൊ അതെങ്ങനെയാ കണ്ടുപിടിക്കുക? കണ്ടീഷൻ ഫോർ സോൾവബിലിറ്റി നോക്കാം. അപ്പൊ കണ്ടീഷൻ ഫോർ സോൾവബിലിറ്റിയിൽ നമ്മൾ ആ ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷന്റെ എക്സിന്റെ കോഎഫിഷ്യന്റും വൈ എന്ന് പറയുന്ന വേരിയബിളിന്റെ കോഎഫിഷ്യന്റും പിന്നെ കോൺസ്റ്റന്റ് ടേമുമാണ് എടുക്കുന്നത്. എക്സിന്റെ കോഎഫിഷ്യൻസ് നമ്മൾ A1 A2 എന്നും വൈയുടെ കോഎഫിഷ്യൻസ് B1 B2 എന്നും കോൺസ്റ്റന്റ് ടേമിനെ C1 C2 എന്നും നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ആൻഡ് നമുക്കതൊന്നും കൂടെ പറയാം. ഇഫ് A1/A2 ഇസ് നോട്ട് ഈക്വൽ ടു B1/B2, അങ്ങനെയാണെങ്കിൽ ആ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്, അതിന് ഒരു സൊല്യൂഷൻ ഉണ്ട്. അത് അത് ഇന്റർസെക്റ്റിംഗ് ആയിട്ടുള്ള 2 ലൈൻസ് ആണ്, നോൺ പാരലൽ ലൈൻസ് ആണ്. ഇനി A1/A2
ഇസ് ഈക്വൽ ടു B1 by B2 ബട്ട് നോട്ട് ഈക്വൽ ടു C1 by C2. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ലൈൻസും പരസ്പരം പാരലൽ ആണ്. പാരലൽ ലൈൻസ് ആയതുകൊണ്ട് തന്നെ അവരൊരിക്കലും ഇന്റർസെക്ട് ചെയ്യൂല. ആ രണ്ട് ലൈൻസിനും കോമൺ ആയിട്ട് പോയിന്റ്സും ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് സൊല്യൂഷൻസ് ഇല്ല. ഇനി A1 by A2 ഈക്വൽ ടു B1 by B2 ഈക്വൽ ടു C1 by C2 എല്ലാ റേഷ്യോസും സെയിം ആണെങ്കിൽ അത് എക്സാക്ട്ലി ഒരൊറ്റ സിംഗിൾ ലൈൻ തന്നെ ആയിരിക്കും. ഒരേ ലൈനിന്റെ രണ്ട് ഫോമിലുള്ള ഇക്വേഷൻസ് ആണത്. അതുകൊണ്ട് തന്നെ ആ ലൈൻസിന്റെ എല്ലാ പോയിന്റ്സും, കാരണം രണ്ടും സെയിം ലൈൻസ് തന്നെയാണ്, അതുകൊണ്ട് ആ ലൈനിലുള്ള ഏതൊരു പോയിന്റ് എടുത്താലും ആ പോയിന്റ് ആ രണ്ട് ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ട് അതിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ്, സിൻസ് എ ലൈൻ ഈസ് ഹാവിംഗ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഓൺ ഇറ്റ്, that particular system of linear equation will be having infinite number of solutions. ഓക്കെ, അപ്പൊ അതാണ് അവിടുത്തെ തിയറി. ഇനി നമുക്ക് ഇതിൽ ഏതാണ് എന്ന് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? A1 by A2 നോട്ട് ഈക്വൽ ടു B1 by B2. അത് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ എല്ലാം ഒന്നും നമ്മൾ ഒരിക്കലും എഴുതി നോക്കരുത്. ഒന്നാമത്തെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ A1 9, ഇവിടെ 18 ആണ്. അപ്പോൾ 1/2 എന്ന് വരും. ഇവിടെ 3, ഇവിടെ 6, 1/2 എന്ന് വരും. അപ്പോ A1 by A2 ഈക്വൽ ടു B1 by B2 ആയി. അത് അപ്പോഴേ അല്ല എന്ന് നമുക്ക് പറയാം. രണ്ടാമത്തെ ഇക്വേഷൻ ഇത് A1 6, അപ്പൊ 6/2 3 എന്ന് വരും. ഇവിടെ -3, ഇവിടെ -1, അതും 3 എന്ന് വരും. ഇവിടെ അപ്പോ A1 by A2 ഈക്വൽ ടു B1 by B2 എന്നായി. അപ്പൊ അതും അല്ല, അത് രണ്ടും പാരലൽ ലൈൻസിന് ഇക്വേഷൻ അല്ല. ആദ്യത്തെ ഇക്വേഷൻ ഒരു കൊളീനിയർ ആയിട്ടുള്ള ലൈനിന്റെ ഇക്വേഷനും രണ്ടാമത്തെ പാരലൽ ലൈനിന്റെ ഇക്വേഷനുമാണ്. ഇനി സി നോക്കാം. A1 by A2 എന്ന് പറയുമ്പോൾ 5/7, B1 by B2 എന്ന് പറയുമ്പോഴത്തേക്ക് -4 by +6. അപ്പോ A1 by A2 നോട്ട് ഈക്വൽ ടു B1 by B2 ആണ്. അതായത് 5/7 നോട്ട് ഈക്വൽ ടു -4/6. ഓക്കെ, അതുകൊണ്ട് ഈ രണ്ട് ലൈൻസും നോൺ പാരലൽ ആയിട്ടുള്ള ലൈൻസ് ആണ്. ഒരു സിംഗിൾ പോയിന്റിലാണ് ഇത് ഇന്റർസെക്ട് ചെയ്യുന്നത്. സോ ഇന്റർസെക്ട് എക്സാക്ട്ലി അറ്റ് വൺ സിംഗിൾ പോയിന്റ് എന്ന് നമുക്ക് പറയാം. വൺ സിംഗിൾ പോയിന്റ്. ഓക്കെ, അപ്പോ നമ്മുടെ ഓപ്ഷൻ, കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അതും ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് എ സെക്കൻഡ്. യെസ്, എട്ടാമത്തെ ചോദ്യം അതൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1, എ സിസ്റ്റം ഓഫ് two linear equation in two variables has infinitely many solution if two equations represent the same line. അത് ശരിയാണ്, വായിക്കുമ്പോഴേ മനസ്സിലാവും. കൂടുതൽ എക്സ്പ്ലനേഷന്റെ കാര്യമില്ല, നമ്മൾ നേരത്തെ അത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ, if the ratio of coefficients of x, y and the constant term, അതായത് a, b, c respectively in the two equations are equal, then the system has no solution എന്നാ പറയുന്നത്. അപ്പോ എല്ലാം A1, അപ്പൊ ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് A1 by A2 ഈക്വൽ ടു B1 by B2 ഈക്വൽ ടു C1 by C2 ആണെങ്കിൽ നോ സൊല്യൂഷൻ. അത് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ്. അപ്പൊ ഇത് ഫാൾസ് ആണ്. ഇത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്, ബട്ട് ഇത് ഫാൾസ് ആണ്. ഓക്കെ, അപ്പോ ഇവിടെയും അതുപോലെ തന്നെയാണ്, നേരത്തെ പോലെ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫാൾസ്. അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ദാ ഇവിടെ ഓപ്ഷൻ ബി ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫാൾസ്. അപ്പൊ നമുക്ക് ആ ഓപ്ഷൻ എടുക്കാം. ക്ലിയർ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതൊരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. 9ാമത്തെ ചോദ്യം. ചോദ്യം ഇതാണ്: 10 students of class 10 took part in a mathematics quiz. If the number of girls is 4 more than the number of boys, find the number of boys and girls who took part in the quiz. If we plot this situation graphically, then which of the following points cannot be there in either of the lines എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കിവിടെ ഇക്വേഷൻ അല്ലെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനല്ല ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യണം. ആ ലീനിയർ ഇക്വേഷൻ ഫോം ചെയ്തതിന് ശേഷം, അപ്പോ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഇക്വേഷൻ ആണ്. അവർ തന്നെ പറയുന്നുണ്ട് അത് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏത് പോയിന്റ് ആണ് അതിൽ ഇല്ലാതിരിക്കാനായിട്ടുള്ള സാധ്യത. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാ
പോസിബിൾ ആയിട്ടുള്ള വാല്യൂസും കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോ നമ്പർ ഓഫ് ബോയ്സ് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. നമ്പർ ഓഫ് ബോയ്സ് ഞാൻ തൽക്കാലം n ബോയ്സ് എന്ന് ഇടുകയാണ്. അപ്പോൾ നമ്പർ ഓഫ് ബോയ്സിന് നമുക്ക് തൽക്കാലം എക്സ് എന്ന് എടുക്കാം. നമ്പർ ഓഫ് ഗേൾസിന് n ഗേൾസ്, അപ്പോൾ നമ്പർ ഓഫ് ഗേൾസിന് നമുക്ക് തൽക്കാലം y എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 10 സ്റ്റുഡൻസ് എന്നാ പറയാ. അപ്പൊ 10 സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു, എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 10, അല്ലെങ്കിൽ നമുക്ക് y എക്സ് ഇസ് ഈക്വൽ ടു 10 മൈനസ് വൈ എന്നോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇക്വേഷൻ നമുക്ക് ഇതിൽ നിന്ന് ഫോം ചെയ്യാം. നമുക്ക് തൽക്കാലം നമ്മുടെ ബേസ് ഇക്വേഷൻ മാത്രം മതി. ഒന്നാമത്തെ ഇക്വേഷൻ ഇതാണ്, എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 10. ഓക്കെ, അപ്പം ഈ ഇക്വേഷനിൽ നിന്ന് നമുക്കിവിടെ 10 ഉണ്ട്, 5 ഉണ്ട്, -4 ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ ധാരാളം വാല്യൂസ് ആണ് ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ ഓരോ എക്സ് വാല്യൂസിനും y വാല്യൂ ഏതൊക്കെ കിട്ടും എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ തൽക്കാലം y വാല്യൂ ഇവിടെ വരുന്നത് 10 വരുന്നുണ്ട്, 5 വരുന്നുണ്ട്, 0. അപ്പോ y വാല്യൂസ് നമുക്ക് തൽക്കാലം ഇതിലേക്ക് ഒന്നിട്ട് കൊടുക്കാം. അപ്പൊ y വാല്യൂ ഞാൻ തൽക്കാലം ഇട്ട് കൊടുക്കുന്നത് 0, 5, 10 എന്നീ വാല്യൂസ് ആണ്. അപ്പോ y വാല്യൂ 0 ഇട്ട് കൊടുക്കുന്ന സമയത്ത് x ഈസ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടും? 10 എന്ന് തന്നെ കിട്ടും. അപ്പോ x ഈസ് ഈക്വൽ ടു 10 ഒന്നാമത്തെ വാല്യൂ. ഇനി y വാല്യൂ 5 കൊടുക്കുന്ന സമയത്ത് x ഈസ് ഈക്വൽ ടു 5 എന്ന് തന്നെ വരും. അപ്പൊ x ഈസ് ഈക്വൽ ടു 5 രണ്ടാമത്തെ വാല്യൂ. ഇനി വൈയുടെ വാല്യൂ നമ്മൾ 0 കൊടുത്തു, 5 കൊടുത്തു. ഇനി വൈയുടെ വാല്യൂ 10 കൊടുക്കുന്ന സമയത്ത് x ഈസ് ഈക്വൽ ടു അഗൈൻ 0 എന്ന് വരും. അപ്പൊ അവിടെ വരാൻ ചാൻസ് ഉള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് 10, 0, അതുപോലെ 5, 5 വരാൻ സാധ്യതയുണ്ട്, അതുപോലെ 0, 10 വരാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ 0, 10 ഓപ്ഷനിലുണ്ട്, അതുപോലെ 5, 5ഉം ഓപ്ഷനിലുണ്ട്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ ഒന്ന് നോക്കാം. രണ്ടാമത്തെ ഇക്വേഷൻ ഇവിടെ ഫോം ചെയ്യുന്നത് ഇഫ് ദ നമ്പർ ഓഫ് ഗേൾസ് ഈസ് 4 മോർ ദാൻ ദ നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോ y ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 4 ഇതായിരിക്കും നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബോയ്സിനേക്കാളും 4 പേര് കൂടുതലുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ ഇതാണ്. ഓക്കെ, അപ്പം ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് വൈയുടെ വാല്യൂ 0 ഇട്ട് കൊടുത്താൽ, y is equal to 0 ഇട്ട് കൊടുത്താൽ എക്സിന്റെ വാല്യൂ എത്രയെന്ന് വരും? x is equal to -4 എന്ന് വരും. അപ്പൊ ഇവിടുത്തെ പോയിന്റ് -4, 0. ഓക്കെ, ആ പോയിന്റും ഇതിലുണ്ട്, -4, 0. അങ്ങനെയാണെങ്കിൽ സി ഓപ്ഷൻ -4, 0 അതും ഈ പോയിന്റിലുള്ള ഓപ്ഷൻ ആണ്. ഇനി എക്സിന്റെ വാല്യൂ 0 ഇട്ട് കൊടുത്താൽ വൈയുടെ വാല്യൂ എത്ര വരും? 4 എന്ന് വരും. ഓക്കെ, അപ്പോ x is equal to 0, then y is equal to 4 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ വാല്യൂ 0, 4 എന്ന് വരും, അവിടുത്തെ ആ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്. അപ്പോ -4, 0 ഓപ്ഷനുണ്ട്, പക്ഷേ 0, 4 ഓപ്ഷൻ ഇല്ല. പകരം ഓപ്ഷനിൽ 0, -4 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 0, -4 എന്ന് പറയുന്ന പോയിന്റ് ഈ രണ്ട് ലൈൻസിൽ ഒരിടത്തും ഉണ്ടാവില്ല. അപ്പൊ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ലൈൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ ലൈനുകളിൽ ഒരു ഭാഗത്തും എന്തുണ്ടാവില്ല? ഈ ഒരു 0, -4 എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ആ ഒരു വാല്യൂ ആണ്, ഓപ്ഷൻ ഡി, 0, -4. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അത് വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇൻ ദ എലിമിനേഷൻ, സോറി, പത്താമത്തെ ചോദ്യം. In the elimination method for solving system of linear equation, the primary goal, elimination methodലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗോൾ എന്ന് പറയുന്നത് convert the system into a quadratic equation. അതൊന്നും ആവശ്യമൊന്നുമില്ല. Make the coefficients of one variable the same and subtract or add the equation. അത് കറക്റ്റ് ആണല്ലോ. നമ്മൾ എലിമിനേഷൻ മെത്തേഡിൽ എന്താ ചെയ്യുന്നത്? ഒരു ഏതെങ്കിലും ഒന്നിന്റെ എക്സിന്റെയോ വൈന്റെയോ കോഎഫിഷ്യന്റ് എന്താക്കും? സെയിം ആക്കും. സെയിം ആക്കിയിട്ട് അതിന്റെ സൈൻസ് നോക്കും. സൈൻസ് ഡിഫറെന്റ് ആണെങ്കിൽ നമ്മൾ അതിനെ ആഡ് ചെയ്യും. ഇനി ഇൻ കേസ് സൈൻസ് സെയിം ആണെങ്കിൽ നമ്മൾ അതിനെ സബ്ട്രാക്ട് ചെയ്യും. ബാക്കി രണ്ട് ഓപ്ഷൻ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. മൾട്ടിപ്ലൈ ബോത്ത് ഇക്വേഷൻ ബൈ ഡിഫറെന്റ് നമ്പേഴ്സ് വിത്തൗട്ട് എനി ഫർദർ ഓപ്പറേഷൻ. അത് തെറ്റാണ്. ഡയറക്ട്ലി റൈറ്റ് ദ സൊല്യൂഷൻ വിത്തൗട്ട് എനി സിംപ്ലിഫിക്കേഷൻ. അതൊക്കെ ആർക്കും പറയാൻ ഉള്ളതേ ഉള്ളൂ, തെറ്റാണെന്ന്. അപ്പോൾ ഓപ്ഷൻ ബി, അതിന് ഇനി കൂടുതൽ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 11ാമത്തെ ചോദ്യം.
വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഈസ് ഇൻകൺസിസ്റ്റന്റ്? ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ലീനിയർ ഇക്വേഷൻ ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോ ഇൻകൺസിസ്റ്റന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ദ ലീനിയർ ഇക്വേഷൻ വിത്ത് നോ സൊല്യൂഷൻ, സൊല്യൂഷൻ ഇല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. അപ്പൊ ഓരോന്ന് നോക്കും, നേരത്തെ പോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെ കണ്ടീഷൻ ആയിട്ട് വരുന്ന എന്താണ്? a1/a2 ഈസ് ഈക്വൽ ടു b1/b2 ആയിരിക്കണം, ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ബി ഈക്വൽ ടു c1/c2. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഓക്കെ, അപ്പൊ ഈ കണ്ടീഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാം ഒന്നും വാരി വലിച്ച് കൊടുക്കരുത്. ഒന്ന് എ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ 1/2 എന്ന് കിട്ടും, a1/a2. ബി ഇസ് ഈക്വൽ ടു b1/b2 എന്ന് പറയുന്നത് 1/2 തന്നെ കിട്ടും. c1/c2 എന്ന് പറയുന്നത് 1/2. അപ്പൊ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ഉണ്ട് അതിന്. ഇനി ബി ഓപ്ഷനിലേക്ക് വരികയാണെങ്കിൽ x മൈനസ് വൈ ഇസ് ഈക്വൽ ടു 8, 3x മൈനസ് 3y ഇസ് ഈക്വൽ ടു 16. അത് കാണുമ്പോഴേ ഇക്വേഷൻ അറിയാം എന്താണ്. എക്സ് മൈനസ് എക്സ് ബൈ മീൻസ് എക്സിന്റെ കോഫിഷ്യൻസ് എന്ന് പറയുന്നത് 1ഉം 3ഉം ആണ്. അപ്പൊ 1/3 ഈക്വൽ ടു വൈയുടെ കോഫിഷ്യന്റ് -1ഉം -3ഉം ആണ്. -1/3 എന്ന് പറയുമ്പോൾ അതും 1/3 തന്നെയാണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 8/16. -1/-3 അത് രണ്ടും ഈക്വൽ തന്നെയാണ്, പക്ഷെ അത് 8/16 ഈക്വൽ അല്ല. അപ്പൊ ഇത് രണ്ടും എന്താണ്? പാരലൽ ലൈൻസ്. ഈ രണ്ട് ഇക്വേഷനും ലീനിയർ ഇക്വേഷനും റെപ്രസെന്റ് ചെയ്യുന്നത് പാരലൽ ആയിട്ട് വരുന്ന ലൈനാണ്. അപ്പൊ പാരലൽ ലൈൻസിന് ദർ ഇസ് നോ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ, നോ പോയിന്റ്സ് ഇൻ കോമൺ ആയിട്ട് യാതൊരു പോയിന്റ്സും ഇല്ല. അതുകൊണ്ട് സൊല്യൂഷനും ഇല്ല. സൊല്യൂഷൻ ഇല്ലാത്ത ഇത്തരത്തിലുള്ള ഇക്വേഷൻസിനെ നമ്മൾ ഇൻകൺസിസ്റ്റന്റ് എന്നാണ് പറയുന്നത്. സോ ദിസ് ഈസ് അൻ ഇൻകൺസിസ്റ്റന്റ് ഇക്വേഷൻ ഓർ സിസ്റ്റം. ഇനി ഇത് ഓക്കെ ആവുന്നതുകൊണ്ട് ബാക്കി സിയും ഡിയും ഓപ്ഷൻ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സിയും ഡിയും ഓപ്ഷൻസ് ചെയ്താലും നമുക്ക് സൊല്യൂഷൻ ഉള്ള ഇക്വേഷൻസ് തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പൊ അതിന് ചെയ്യുന്നില്ല. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഐഡിയ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. ഇനി അടുത്ത ചോദ്യത്തിലേക്ക്